വളരെ കാലമായി ആൾക്കാർ കാത്തിരുന്ന മോഹൻലാൽ ചിത്രം എമ്പുരാൻ തിയേറ്റർ റിലീസ് എത്തി. ഇന്ന് രാവിലെ 6 മണിക്ക് ലോകത്തിന്റെ പല തിയേറ്ററുകളിലേക്കും ഈ ചിത്രം എത്തിയിരുന്നു. മോഹൻലാലും പൃഥ്വിരാജും ഗോകുലം ഗോപാലേട്ടനും ഒക്കെ തന്നെ സിനിമ കാണാൻ എറണാകുളത്ത് എത്തിയിരുന്നു. വലിയ പ്രതീക്ഷയോടെയാണ് ആളുകൾ തിയേറ്ററിനുള്ളിൽ പോയി സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നത്. സിനിമയെക്കുറിച്ച് ഒരു വിവരവും നമുക്കില്ല, സിനിമ എങ്ങനെയായിരിക്കുമെന്നും അറിയില്ല. പക്ഷേ മോഹൻലാൽ ഫാൻസൊക്കെ ഏതാണ്ട് 3 മണിയായപ്പോഴേ തന്നെ തിയേറ്ററുകളുടെ വരാന്തയിലുണ്ട്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, അമേരിക്ക ഉൾപ്പെടെ, നമ്മുടെ ഇന്ത്യയിലെ മുംബൈ ഉൾപ്പെടെ പല നഗരങ്ങളിലും വലിയ ആവേശം ഉണ്ടാക്കുന്നു. ഒരുപക്ഷെ ഈ എമ്പുരാൻ പോലെ ഒരു ചിത്രം ഇത്രയധികം ആളുകൾ കാത്തിരുന്ന മറ്റൊരു ചിത്രം ഈ അടുത്ത കാലത്ത് ഉണ്ടായില്ല. അത്ര ഹൈപ്പാണ് ഈ ചിത്രത്തിന് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളി തന്നെ ഈ ചിത്രം പ്രതീക്ഷയ്ക്കൊത്ത് ഉയരുമെന്നാണ് ആളുകൾ പറയുന്നതും ഇതിന്റെ അണിയറ പ്രവർത്തകരും അവകാശപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എമ്പുരാന്റെ വിശേഷങ്ങളിലേക്ക്. വളരെ സന്തോഷമുള്ളൂ. കാരണം ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സിനിമ, ഏറ്റവും നല്ല ഒരു ഡയറക്ടർ, ഏറ്റവും നല്ല നടന്മാർ അഭിനയിച്ച ഒരു സിനിമ, അത് ജനങ്ങൾക്ക് ദർശനം ചെയ്യുമ്പോൾ നമുക്കത് വളരെ സന്തോഷമുണ്ട്. ജനങ്ങൾ മുഴുവനും പ്രതീക്ഷിക്കുന്ന ആ സിനിമ ഇന്ന് കാഴ്ചവെക്കാൻ പറ്റിയതിൽ വലിയ സന്തോഷമുണ്ട്. ഇതൊരു ആഘോഷമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഈ സിനിമ പ്രദർശിപ്പിക്കുന്ന ഒരു ആഘോഷമായിട്ട് ഞങ്ങൾ കാണുകയാണ്. നമ്മളുടെ ഒരു 4 വർഷത്തെ ഞങ്ങളുടെ പ്രയത്നമാണ്. എല്ലാവരുടെ സപ്പോർട്ടിനും നന്ദി, താങ്ക് യു. നമ്മൾ ഉദ്ദേശിക്കുന്നതും നമ്മൾ ആഗ്രഹിച്ചതെല്ലാം ഇത് തന്നെയാണ്. കാരണം മലയാളം മറ്റ് ഭാഷകളെ പോലെ നേടാൻ സാധിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് സിനിമ ആദ്യം മുതലേ സമീപിച്ചത്. ഞാൻ എല്ലാവരും അപ്പോൾ അതിലേക്ക് എത്തുന്നു, അതുപോലെ യാത്ര ചെയ്യുന്നു. അതുപോലെ തന്നെ സിനിമ കഴിയുമ്പോഴും ഈ സന്തോഷം തരട്ടെ. ആവേശം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനുണ്ടാകുന്ന ആവേശത്തിന്റെ ഏറ്റവും പരിധി കഴിഞ്ഞുള്ള ആവേശമാണ് ഞങ്ങൾക്ക്. ഈ സിനിമയുടെ റിസൾട്ട് എന്ത് തന്നെ ആയാലും ശരി, ഞങ്ങളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും നല്ല സുന്ദരമായ നിമിഷമാണിത്. ഞങ്ങളെ വർഷങ്ങളുടെ കാത്തിരിപ്പാണ് നിങ്ങൾ ഇവിടെ കാണുന്നത്. എനിക്കിപ്പോൾ 50 വയസ്സായി. അന്നത്തെ അതേ ആവേശത്തിനാണ് ഇപ്പോഴും ഈ ആവേശമുള്ളത്. പ്രതീക്ഷയല്ലേ?